ക്ലോക്കുമായി ബന്ധപ്പെട്ട ചില പ്രധാന വസ്തുതകൾ പഠിച്ചതിന് ശേഷം ക്ലോക്കിലെ കോണളവ് കാണാനുള്ള എളുപ്പവഴി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തന്നിരിക്കുന്ന ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു ക്ലോക്കിൽ 6 മണിയും മറ്റേ ക്ലോക്കിൽ 12 മണിയും. അപ്പോൾ ക്ലോക്കുമായി ബന്ധപ്പെട്ടിട്ട് ചില ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതായത് ഒരു ക്ലോക്കിൻ്റെ ആകെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് നമുക്കറിയാം. അപ്പോൾ ഈ 6 മണി എന്ന് പറയുമ്പോൾ അതിന് നേർ പകുതിയാണ്, അതായത് 180 ഡിഗ്രി. അതുപോലെ തന്നെ ഈ മണിക്കൂർ മിനിറ്റ് സൂചികൾ തമ്മിൽ എതിർദിശയിലുള്ള. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് മണിക്കൂർ സൂചി ഒരു ദിവസത്തിൽ 150 ഡിഗ്രി കോണളവിൽ അല്ലെങ്കിൽ എതിർദിശയിൽ 22 തവണ വരും എന്നതാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ 12 മണി എന്ന കാര്യം എടുത്തു നോക്കാം. അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ ഒന്നിക്കുന്നത് അല്ലെങ്കിൽ 0 ഡിഗ്രി കോണളവിൽ വരുന്നത്, അതും 22 തവണയാണ്. ഈ കാര്യം നമ്മളൊന്ന് പഠിക്കണം. അതുപോലെ തന്നെ ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരു ദിവസത്തിൽ 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ നേർരേഖയിൽ 44 തവണ വരും. അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 90 ഡിഗ്രി അല്ലെങ്കിൽ നേർരേഖയിൽ 44 തവണ വരും. അതുപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് നിശ്ചലമായ ഒരു ക്ലോക്ക് ദിവസത്തിൽ 2 തവണ കൃത്യസമയം കാണിക്കും. ഉദാഹരണത്തിന് ഈ ചിത്രത്തിൽ നോക്കുക, 7 മണിയാണ് ക്ലോക്കിലുള്ളത്. അപ്പോൾ നിശ്ചലമായ ക്ലോക്ക് രാവിലെ 7 മണിക്കും രാത്രി 7 മണിക്കും കൃത്യസമയം കാണിക്കും. അതാണ് 2 തവണ കാണിക്കുന്നു പറയുന്നത്. ഇനിയൊരു ക്ലോക്കിലെ ആകെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതായത് ഒരു വൃത്തത്തിൻ്റെ ആകെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം ഒരു ക്ലോക്കിൽ 12 മണിക്കൂറുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ കറങ്ങുന്ന കോണളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360/12 30 ഡിഗ്രിയാണ് ഒരു മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ കറങ്ങുന്ന കോണളവ്. ഉദാഹരണത്തിന് 12 മണിയിൽ നിന്ന് 1 മണിയിലേക്ക് എത്താൻ ഒരു മണിക്കൂർ സൂചി കറങ്ങുന്നത് 30 ഡിഗ്രിയാണ്. ഇനി നമുക്കറിയാം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ്. അതായത് ഒരു മിനിറ്റ് സൂചി 1 മിനിറ്റിൽ സഞ്ചരിക്കുന്ന കോണളവ് എന്ന് പറയുന്നത് 360/60 6 ഡിഗ്രിയാണ്. മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി ഇറങ്ങുമ്പോൾ മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി കോണളവിലാണ് കറങ്ങുന്നത്. ഇനി മണിക്കൂർ സൂചി 1 മിനിറ്റിൽ കറങ്ങുന്ന കോണളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30/60 1/2 അഥവാ 0.5 ഡിഗ്രി കോണളവിലാണ് ഒരു മണിക്കൂർ സൂചി 1 മിനിറ്റിൽ കറങ്ങുന്നത്. സമയം 2:40 ക്ലോക്കിലെ കോണളവ് എത്ര? അപ്പോൾ ഇത് 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 30h - 11/2 മിനിറ്റ് എന്ന ഇക്വേഷൻ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഈ ചെറിയൊരു ട്രിക്ക് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ 2 രീതിയിൽ നിന്ന് ജസ്റ്റ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം എന്ന് തോന്നുന്നത് ആ രീതി സ്വീകരിക്കുക. അപ്പോൾ ആദ്യത്തെ രീതി നോക്കിക്കഴിഞ്ഞാൽ 30 × 2 - 40 × 11/2 അപ്പോൾ 60 - 220 160 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഈ രീതി നോക്കുക. അതായത് 12 ഭാഗങ്ങളാണ് ഒരു ക്ലോക്കിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സമയം 2:40 എന്ന് പറയുമ്പോൾ 2ൻ്റെയും 8ൻ്റെയും ഇടയിൽ എത്ര ഭാഗമുണ്ടെന്ന് നോക്കുക. അപ്പോൾ എത്ര ഭാഗങ്ങളുള്ളത്? 6 ഭാഗങ്ങൾ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 2ൻ്റെയും അകത്തായിട്ടാണ് ഈ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും വരുന്നത്. അതുകൊണ്ട് നമ്മൾ കിട്ടിയ ഭാഗത്തിൽ നിന്ന് മിനിറ്റിൻ്റെ പകുതി കുറക്കുക. അങ്ങനെയാകുമ്പോൾ 6 ഭാഗങ്ങളാകുമ്പോൾ 180 ഡിഗ്രി മൈനസ് മിനിറ്റിൻ്റെ പകുതി 20 160 എന്ന് ആൻസർ കിട്ടും. അടുത്തത് നോക്കുക. സമയം 11:20 ക്ലോക്കിലെ കോണളവ് എത്ര? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 11നും 20 എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ഥാനത്ത് വരിക. 11നും 4നും ഇടയിൽ എത്ര ഭാഗങ്ങളുണ്ടെന്ന് നോക്കുക. 5 ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം 30 ആണെങ്കിൽ 5 × 30 150 ഡിഗ്രിയാണ് അളവ് വരിക. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഈ 2ൻ്റെയും അകത്തായിട്ടാണ് സൂചിയുടെ കോണളവ് വരുന്നത്. അപ്പോൾ മിനിറ്റിൻ്റെ പകുതി
കുറക്കുക. 150 മൈനസ് 20ൻ്റെ പകുതി 10, 140 ഡിഗ്രിന്ന് ഉത്തരം കിട്ടും. സമയം 5:10. ക്ലോക്കിലെ കോണളവ് എത്ര? അപ്പോൾ നമ്മൾ നോക്കുക, 5ൻ്റെയും 2ൻ്റെയും ഇടയിൽ എത്ര ഭാഗങ്ങളുണ്ട് നോക്കുക. 3 ഭാഗങ്ങളുള്ളത്. അപ്പോൾ ഒരു ഭാഗം 30 ഡിഗ്രി ആണെങ്കിൽ 3 ഭാഗം 90 ഡിഗ്രി നീട്ടി. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5ൻ്റെ പുറത്തായിട്ടാണ് മണിക്കൂർ സൂചി ഉള്ളത്. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും കോണളവ്. അങ്ങനെയാണെങ്കിൽ കിട്ടിയ 90ൻ്റെ കൂടെ മിനിറ്റിൻ്റെ പകുതി കൂട്ടുക, 10ൻ്റെ പകുതി 5 കൂട്ടുക, 95 ഉത്തരം കിട്ടും.